ഹലോ, പിന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. തണുപ്പുള്ള മുട്ടയാണെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം എടുത്താൽ മതി. അത് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പുളിയില്ലാത്ത കട്ടത്തൈരാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/3 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/3 കപ്പ് ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഇതുപോലൊരു കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും തൈരും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഏലക്കാപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലത്, എന്നാലുള്ള നമുക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടുള്ളൂ. പിന്നെ മധുരം എടുത്തിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി ഇത് കുഴച്ച് നോക്കിയിട്ട്, അതായത് നമ്മൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നീട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിന് പകരം ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും നെയ്യും ഉപ്പും ഏലക്കാപ്പൊടിയും മുട്ടയും തൈരും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ലൂസായിട്ട് വരും. ആ പഞ്ചസാരക്ക് ഒന്ന് വെള്ളമായിട്ട് വരുമല്ലോ, പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ ഈ തൈരും മുട്ടയെല്ലാം കൂടെ ആയി വരുമ്പോൾ ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് മൈദ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് ലൂസാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള മൈദ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മൈദയുടെ ശരിക്ക് കണക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടും നമ്മൾ എടുക്കുന്ന തൈരിനനുസരിച്ചിട്ടൊക്കെ പൊടിയിൽ മാറ്റം വരും. അപ്പോൾ നമുക്ക് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ലൂസായിട്ട് ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന അത്ര മൈദ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണിത്. പിന്നെ നമ്മളത് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണം കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നിടത്തോളം ഇത് ലൂസായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ മാവിന് ഒട്ടൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഉടനെ തന്നെ നമുക്കിത് വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ വീണ്ടും ഇതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഇതുപോലൊരു ഞാൻ പരത്തുന്നൊരു കല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദയൊന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് കുറച്ചൊരു വലിയ ബോൾസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണ്ട, കുറച്ചൊരു തിക്കായിട്ട് ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു റൗണ്ടായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്ന പ്ലേറ്റ് ഇതുപോലെ കുറച്ച് പൊടി ഒന്നാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പ്ലേറ്റിൽ പറ്റി പിടിക്കും. അപ്പോൾ ഞാനിത് കുറച്ച് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് വേറെ ഷേപ്പിലും ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് പരത്തി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് പൊങ്ങി വരും. അതിനുശേഷം നമുക്കിത് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഇവിടെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതാ ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു കളറായിട്ട് കോരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി കുറച്ച് ഹാർഡായിട്ട്, അതായത് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കുറച്ച് സമയം കൂടെ ഒന്ന് ചട്ടിയിലിട്ടാൽ മതി, എണ്ണയിലിട്ടാൽ മതി. അപ്പോൾ ഒന്ന് മൂത്ത് വരും. അപ്പോൾ നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള രീതിയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഷേപ്പ് ഞാൻ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.